السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ തൗഫീഖുള്ളത് കൊണ്ട് അൽഹംദുലില്ലാഹ് സൂറത്തു തൗബയിലെ 59-ാമത്തെ ആയത്ത് വരെ തദബ്ബുർ ചെയ്യാനുള്ള വലിയ ഭാഗ്യം അല്ലാഹു നൽകി. അല്ലാഹു നമ്മൾ നിന്ന് കബൂലാക്കണേ, തൃപ്തിപ്പെടണേ റഹ്മാനായ റബ്ബേ, ആമീൻ. അല്ലാഹു സൂറത്തു നാസ് വരെ തദബ്ബുർ ചെയ്യാനും അതിൽ ഏറ്റവും ആദ്യം ആത്മാർത്ഥമായിട്ട് ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ അല്ലാഹു വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല 60-ാമത്തെ ആയത്തില് സക്കാത്തിന്റെ വിഷയമാണ് അള്ളാഹു എടുത്തുദ്ധരിക്കുന്നത്. നമ്മൾക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടൊക്കെ നമസ്കാരത്തെ പറ്റി ഖുർആനിൽ പറഞ്ഞിരിക്കുന്നുവോ അവിടെ തൊട്ടടുത്ത് സക്കാത്ത് പറയും. നമസ്കാരം അള്ളാഹുവിനോടുള്ള ബന്ധം ആണെങ്കിൽ സക്കാത്ത് ആവട്ടെ മറ്റു സൃഷ്ടികൾ മനുഷ്യന്മാരോടുള്ള ബന്ധമാണ്. ഇവിടെ അള്ളാഹു ഇന്നമ സ്വദഖാത്തു ലിൽ ഫുഖറാ എന്ന് പറയുമ്പോൾ സ്വദഖ എന്നുള്ളത് പണ്ഡിതന്മാർ തഫ്സീറിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അത് സക്കാത്തിന്റെ വിഷയത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അത് നിർബന്ധ ദാനം 2.5% സക്കാത്ത് അത് തീർച്ചയായിട്ടും കൊടുക്കണം. ആർക്കൊക്കെ കൊടുക്കണം? നമ്മളൊന്ന് വലിയ ചിന്തിക്കേണ്ട വലിയൊരു പാഠം. ഖുർആനിലെ അള്ളാഹു ഒരുപാട് സ്ഥലത്ത് നമസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എത്ര വഖത്ത് നമസ്കാരമുണ്ട്, അല്ലെങ്കിൽ ഓരോ നമസ്കാരത്തിലെ ഓരോ വഖത്തിലെ എത്ര റകാത്തുകളുണ്ട്, ഇത് കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല. നമ്മൾ ചിന്തിച്ചു നോക്കൂ സഹോദരന്മാർ, അത് തീർച്ചയായിട്ടും പ്രവാചകന്റെ ചര്യയിൽ നിന്ന് നമ്മൾ കണ്ടെത്തേണ്ടതാണ്. അവിടെ നമ്മൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഒരു കൈ കെട്ടേണ്ട എവിടെയാണ്, എങ്ങനെയാണ് സുജൂദ് ചെയ്യേണ്ടത്, ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം മുട്ടുകുത്തണോ, ഇങ്ങനത്തെ കുറേ വിഷയങ്ങളുണ്ട്. അതിലേക്ക് അഭിപ്രായ ഭിന്നതകളുണ്ടാകും. ഓരോരുത്തർക്കും കിട്ടിയ വിവരത്തിനനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി. നേരെ മറിച്ച് സാമ്പത്തിക ഇടപാടുകൾ അല്ലാഹു കൃത്യനിഷ്ഠയോടെ ഖുർആനിൽ പറയുന്നുണ്ട് സഹോദരന്മാരെ. ഏറ്റവും വലിയ ആയത്ത് നോക്കുക, ആയത്തുദ്ദൈൻ. അപ്പോൾ സാമ്പത്തിക വിശുദ്ധി നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഇവിടെ അല്ലാഹു സക്കാത്തിന് 8 അർഹരായ വ്യക്തികളെ പറ്റി പഠിപ്പിക്കുന്നത്. ആരൊക്കെ നമ്മൾക്കൊന്ന് പഠിച്ചു നോക്കാം. ഏറ്റവും ആദ്യം പറഞ്ഞിരിക്കുന്നത് ദരിദ്രർ, മിസ്കീനുകൾ. നമ്മൾക്കറിയാം വലിൽ ഫുഖറായ വൽ മിസ്കീൻ എന്ന് പറയുന്നുണ്ട്. അതായത് ഇതിനർത്ഥം ചില പണ്ഡിതന്മാര് പറഞ്ഞ ദരിദ്രം വെച്ചാല് വല്ലാത്ത ദാരിദ്ര്യം കൊണ്ടിട്ടുണ്ടല്ലോ, ഒന്നിനും കഴിവില്ലാതെ എല്ലായിടത്തും ചോദിച്ചു നടക്കുന്നവരുണ്ട്. ശരി, മിസ്കീനാവട്ടെ. മിസ്കീൻ ആരാണ്? മിസ്കീൻ എന്ന് വെച്ചാല് അവർക്ക് ചിലപ്പോൾ നമുക്ക് പുറത്ത് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ നോക്കുമ്പോൾ അവരൊക്കെ നല്ല മാന്യന്മാരായിരിക്കും. പക്ഷെ അവർക്ക് ജീവിതത്തിന്റെ ഉള്ളിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അവരെ മാന്യത കാരണം, സെൽഫ് റെസ്പെക്ട് കാരണം, ഡിഗ്നിറ്റി കാരണം, ഇസ്സത്ത് കൊണ്ട് അവരാരും ചോദിച്ചു നടക്കൂല. അങ്ങനത്തെ ഒരുപാട് പേരുടെ സഹോദരന്മാരെ വീർപ്പ് മുട്ടിയിട്ട് പുറത്ത് പറയാൻ പറ്റാത്ത വിധത്തിൽ അവിടെ നമ്മളെ ബാധ്യതയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിലെ കണ്ടി നല്ലോണം ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ വ്യക്തികളുടെ തീർച്ചയായിട്ടും അവരെ പരിഗണിക്കണം. ഇവിടെ ഉമർദാന്റെ വേറൊരു വ്യാഖ്യാനമുണ്ട്. ദരിദ്രൻ എന്ന് പറയുന്നത് ഇസ്ലാമിൽ, മിസ്കീൻ എന്ന് പറയുന്നത് മറ്റു മതവിശ്വാസികൾ. അങ്ങനെ മറ്റു മതവിശ്വാസികൾക്ക് മുസ്ലിങ്ങളല്ലാത്ത മറ്റുള്ളവർക്കും കൊടുക്കാം എന്നുള്ള പണ്ഡിത അഭിപ്രായമുണ്ട്. അല്ലാഹു അലം. ഇനി മൂന്നാമത്തത് എന്താ പറഞ്ഞത്? അതിന്റെ കാര്യത്തിൽ പ്രവർത്തിക്കുന്നവർക്ക്, അതായത് സക്കാത്ത് പിരിക്കാൻ കൊണ്ടുപോകുന്ന ആൾക്കാർ അതിനും വേണമല്ലോ സഹോദരന്മാരെ. അപ്പൊ ഇതിനർത്ഥം എന്താ വെച്ചാല് ഇതൊരു സംഘടിതമായ ഒരു സംഭവമാണ്. അത് ഒരു ഇസ്ലാമിക ഭരണം തന്നെ വേണമെന്നില്ല, നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് സക്കാത്ത് കളക്ട് ചെയ്യാനുമൊക്കെ ആൾക്കാർ വേണമല്ലോ. അപ്പോൾ ഇതൊരു ഭരണത്തിന് കീഴിൽ തന്നെ അല്ല, നമുക്ക് തീർച്ചയായിട്ടും മഹല്ല് അടിസ്ഥാനത്തിൽ ചെയ്യാം. ഇനി നാലാമത്തത് എന്താ പറഞ്ഞ, ഇസ്ലാമുമായി മനസ്സുകൾ ഇണക്കപ്പെട്ടവർക്കും മുഅല്ലഫത്തു ഖുലൂബ്, അതായത് ഇസ്ലാമിനോട് ശത്രുത ഇല്ലാത്ത, എന്നാൽ ഇസ്ലാമിനോട് ചായ്വുള്ള അവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നിരക്കും ഉണ്ടാവും. തീർച്ചയായിട്ടും നമുക്ക് സമ്പത്ത് കൊടുക്കാം. ഇവിടെ വേറൊരു കാര്യം കൂടി പഠിക്കേണ്ടത്, ആ സമ്പത്തിലൂടെ ചിലപ്പോൾ നമ്മളെ ദാനധർമ്മങ്ങളിലൂടെ, നമ്മുടെ സാമൂഹ്യ സേവനത്തിലൂടെ ചിലർക്ക് ഇസ്ലാമിനോട് ആകർഷിക്കും സഹോദരന്മാര്. അങ്ങനെ ആകർഷിച്ചു പോകുന്നത് നമ്മൾ തെറ്റൊന്നും കരുതണ്ട. അതിലൊരു ഷിർക്കുൽ അസ്ഗറൊന്നും വേണ്ട. അങ്ങനെ ചിലപ്പോൾ സമ്പത്ത് കിട്ടാൻ ആദ്യം മോഹിച്ച് ഇസ്ലാമിലേക്ക് വന്ന് ഘട്ടം ഘട്ടമായിട്ട് ഇസ്ലാമിനെ പറ്റി ഒരുപാട് തിരിച്ചറിഞ്ഞ് സാമ്പത്തിക മോഹം നഷ്ടപ്പെട്ടു,
പിന്നെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രയത്നിക്കുന്ന നല്ല മുവാഹിദുകളായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇപ്പൊ തുടക്കത്തിൽ ചിലപ്പോൾ ഇതൊക്കെ ആഗ്രഹിച്ചു വന്നാലും പിന്നെ പിന്നെ നമ്മൾക്ക് അവർ ഇസ്ലാമിനെ തൊട്ടടുത്ത് അറിയും. എല്ലാവർക്കും ഇസ്ലാമിന്റെ പൂർണ്ണാർത്ഥം ഒറ്റടിക്ക് കിട്ടൂലല്ലോ സഹോദരന്മാരെ. പല പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ഏറ്റവും ആദ്യം ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്നത്. അതിൽ കുഴപ്പമില്ല. ഇനി എന്താ, അടിമകളുടെ മോചനത്തിന്റെ കാര്യത്തിലും സുബ്ഹാനല്ലാഹ്, അതായത് അന്ന് അടിമ മോചനം പറഞ്ഞ വലിയൊരു കാര്യം. ഇന്ന് അടിമത്വം ഇല്ലെങ്കിൽ പോലും ഒരുപാട് പേര് കടത്തിന്റെ കെണിയിൽപ്പെട്ടിട്ട് ഇങ്ങനെ വീർപ്പ് മുട്ടുന്നുണ്ട് സഹോദരന്മാരെ. പലിശയുടെ അടിസ്ഥാനത്തിൽ നിർബന്ധാവസ്ഥയിൽ ലോൺ എടുത്തിട്ട് വീർപ്പ് മുട്ടുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കും കൊടുക്കണം. അടുത്തത് കടം കൊണ്ട് വിഷമിക്കുന്നവർക്കും നമ്മൾ കൊടുക്കണം. അടുത്തത് അള്ളാഹുവിന്റെ മാർഗത്തിലും വഴിപോക്കനും മാത്രമാണ്, അതായത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കുന്നവർക്ക്, അതേപോലെ തന്നെ വഴിപോക്കും യാത്രക്കാർക്കും. നമ്മൾക്കറിയാം, പലപ്പോഴും യാത്രയിലൊക്കെ നമ്മൾ എന്തെങ്കിലും സമ്പത്തൊക്കെ നഷ്ടപ്പെട്ട് ചിലപ്പോൾ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതിനർത്ഥം എന്താ, ഇത് നമ്മളിപ്പോ ഒരു ഭരണത്തിന്റെ കീഴിൽ മാത്രമല്ല, പലപ്പോഴും ചില പള്ളി കമ്മിറ്റിയിൽ എത്തിപ്പെട്ടു, നമ്മൾ ഏതി അന്യനാട്ടിൽ പോയി, അവിടെ പെട്ടെന്ന് നമ്മുടെ പേഴ്സ് നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവിടെ ഏതെങ്കിലും പള്ളി സമീപിക്കും. അവിടുത്തെ പള്ളി കമ്മിറ്റിയാരോട് പറയണം, വീട്ടിലേക്ക് എത്തേണ്ട എന്തൊരു വഴിയെങ്കിലും നിങ്ങൾ ഒരുക്കി തരണം. എത്ര മനോഹരമായ സഹോദരന്മാർ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഈ വിഭാഗങ്ങൾക്ക് മാത്രമാണ് സക്കാത്ത്. അള്ളാഹു നിന്ന് നിശ്ചയിക്കപ്പെട്ടത് അത്രേ അത്. അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്. അലീമുൻ ഹക്കീമ, അതെല്ലാവരുടെയും അറിയേണ്ട സഹോദരന്മാരെ. ഹക്കീമായ റബ്ബാണ്. ഈ 8 വിഭാഗത്തിനും അതിൻ്റെതായ ഒരു ഹിക്മത്ത് അള്ളാഹുവിന് കൃത്യമായിട്ട് അറിയാം, നമ്മൾക്കറിയില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു കൃത്യമായിട്ട് പറഞ്ഞത് സക്കാത്തിന്റെ വിഹിതം ഇത് എല്ലാവർക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഈ കൊല്ലത്തെ സക്കാത്ത് 8 പേരെ തെരഞ്ഞെടുത്തിട്ട് തന്നെ നമ്മളിങ്ങനെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. നമ്മൾക്ക് പല ചിലർ പറഞ്ഞ വെറും ഒരു പള്ളി കമ്മിറ്റിക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, സംഘടനാ സ്പിരിറ്റ് വേണ്ടി ഇന്നല്ല, അങ്ങനല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്കറിയാം, ഒരു കൊല്ലത്തിന്റെ ഇടയിൽ ഒരുപാട് ആവശ്യക്കാർ വരും. ചിലപ്പോൾ നമ്മൾക്കറിയാം കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരായിരിക്കും, ചിലപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും യാത്ര ചെയ്തിട്ട് പൈസ നഷ്ടപ്പെട്ടവരായിരിക്കും. അങ്ങനെ പല സമയത്ത് പല അവസരങ്ങൾ ഈ 8 വിഭാഗത്തിൽ നമുക്ക് കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ സക്കാത്തിന്റെ പല ചെറിയ വിഹിതം ഇവർക്കൊക്കെ കൊടുക്കാവുന്നതാണ്. അല്ലാഹു അഅലം. ഈ സക്കാത്തിന്റെ വിഷയത്തിന്റെ തൊട്ടടുത്ത് തന്നെ അടുത്ത ആയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ മേത്ത് പോലും നമ്മൾക്കറിയാം, യുദ്ധത്തിന് സമയത്ത് ഗനീമത്ത് സ്വത്ത് വിഭജിക്കുന്ന അവിടുത്തെ പറയുന്നുണ്ട്, നബിയെ അനീതി കാണിക്കരുതെന്ന്. അള്ളാഹുവെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും, ഞാനോ അനീതി കാണിക്കുകയോ? ചിന്തിക്കുന്ന വലിയ വിഷയ സഹോദരൻ. അള്ളാഹു പറയാണ്, നബിയെ ദ്രോഹിക്കുകയും അദ്ദേഹം എല്ലാം ചെവി കൊള്ളുന്ന ആളാണെന്ന് പറയുകയും ചെയ്യുന്ന ചിലർ അവരുടെ കൂട്ടത്തിലുണ്ട്. അതായത് എന്തൊക്കെ നന്മകൾ ചെയ്താലും സഹോദരന്മാരെ, തെറ്റുകുറ്റങ്ങൾ കാണാൻ ഒരുപാട് പേര് സമൂഹത്തിലുണ്ട്. അത് അന്നും ഇന്നും എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. നല്ല നിഷ്കളങ്കരായ വ്യക്തികളുടെ എതിരെ എന്തെങ്കിലും ആരോപണങ്ങളിലും കുറ്റങ്ങളൊക്കെ ഭൂതക്കണ്ണാടി വെച്ചപ്പോൾ നമ്മൾക്ക് എല്ലാവരും തെറ്റുകുറ്റങ്ങൾ കാണാൻ പറ്റും. അവനവന്റെ തെറ്റുകുറ്റങ്ങൾ കാണാൻ തിമിരം ബാധിച്ചു പോയി, കാറ്ററാക്ട്. അപ്പൊ അവനവന്റെ കുറ്റങ്ങൾ കാണുന്നില്ല, ബാക്കി എല്ലാവരുടെയും എല്ലാം കാണുന്നുണ്ട്. ഇത് അന്നും ഇന്നും ഉണ്ട്. എന്തൊക്കെ നന്മ ചെയ്താലും കുറ്റം പറയുന്ന ഒരുപാട് പേരുണ്ട് സഹോദരന്മാർ. എന്നിട്ട് അല്ലാഹ് പറയണ, അദ്ദേഹം നിങ്ങൾക്ക് ഗുണമുള്ളത് ചെവി കൊള്ളുന്ന ആളാകുന്നു. അദ്ദേഹം വെറും നല്ലത് മാത്രമേ ഇപ്പൊ അവൻ ബിസിനസ് പറയുന്നുള്ളൂ, നല്ലത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അദ്ദേഹം അള്ളാഹുവിൽ വിശ്വസിക്കുന്നു. യഥാർത്ഥ വിശ്വാസികളെയും അദ്ദേഹം വിശ്വസിക്കുന്നു. ഇവിടെ പഠിക്കേണ്ട വിഷയമുണ്ട്. വിശ്വാസികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിഷ്കളങ്കമായിട്ട് വിശ്വസിക്കണം സഹോദരന്മാരെ. ഇന്ന് നമ്മളുടെ ഇടയിൽ നഷ്ടപ്പെട്ട വലിയ സംഭവം അതാണ്. അമാനത്ത് നഷ്ടപ്പെട്ടു പോയി. പല സംഘടനകളും കക്ഷികളായിട്ട് പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോയി. ആ വിശ്വാസം അമാനത്ത് നഷ്ടപ്പെട്ട സമൂഹത്തിന്റെ ദഅവത്തിലും ഒരു വർക്കത്തില്ല, അള്ളാഹുവിന്റെ ഒരു വർക്കത്തും വരുന്നില്ല സഹോദരന്മാര്. ഒന്ന് ചിന്തിച്ചു നോക്ക്. വിശ്വാസികളെയും അദ്ദേഹം വിശ്വസിക്കുന്നു. നിങ്ങൾ നിന്ന് വിശ്വസിച്ചവർക്ക് ഒരു അനുഗ്രഹമാണത്. ആരൊക്കെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുവോ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വലിയൊരു റഹ്മത്തുല്ലിൽ ആലമീനാണെന്ന് മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ ദൂതനെ ദ്രോഹിക്കുന്നവരാരോ അവർക്കാണ് വേദനയേറെ ശിക്ഷയുള്ളത്. അള്ളാഹ് പറയാണ്, അള്ളാഹുവിന്റെ റസൂലിനെ ദ്രോഹിക്കുന്നവർക്കുള്ള നിങ്ങൾക്ക് വല്ലാത്ത ശിക്ഷ ഇറങ്ങണ്ടേ. ആ ശിക്ഷ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണൂല സഹോദരൻ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ നല്ല വിശ്വാസികളെ നമ്മൾ കളിയാക്കുക, പുച്ഛിക്കുക, തെറി പറയുമ്പോൾ അത് അവർക്ക് അള്ളാഹു ശിക്ഷിക്കുന്നുണ്ട്. അത് അവർ തിരിച്ചറിഞ്ഞ് നമ്മളെ ശിക്ഷിക്കുമ്പോൾ അള്ളാഹ് നേരിട്ട് ഇറങ്ങിയിട്ട്
ഇങ്ങനെ ശിക്ഷിക്കല്ല. അള്ളാഹു സമ്പത്തിലൂടെ സന്താനത്തിലൂടെ നേരത്തെ വിവരിച്ചു തന്നിട്ടുണ്ട്. ഈ സമ്പത്തും സന്താനത്തിലൂടെ തന്നെ തിരിച്ചിട്ട് അള്ളാഹു അവർക്ക് ശിക്ഷിക്കുന്നുണ്ട്. അതിന്റെ ബർക്കത്തെടുത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ ശാപകോപം ഇറങ്ങുന്നുണ്ട്. നല്ലോണം ശ്രദ്ധിക്കണം സഹോദരന്മാരെ. ഇവിടെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുന്നത് ബിദ്അത്തുകൾ ചെയ്യുന്നവർ വലിയ വലിയ അപകടത്തിലാണ്. അള്ളാഹുവിന്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടവരെ നല്ലോണം ശ്രദ്ധിക്കണം. എന്തൊരു വിഷയത്തിലും ഇത് ഖുർആനിലുണ്ടോ സുന്നത്തിലുണ്ടോ ഒരു ചോദ്യം മാത്രമേ നമ്മൾക്ക് ഉണ്ടാകാൻ പാടുള്ളൂ. വേറൊരു പുതുതായിട്ട് എനിക്കും നിങ്ങൾക്കും ഒന്നും തന്നെ ഇസ്ലാമിൽ കടത്തിക്കൂടാൻ പറ്റില്ല കേട്ടോ. നല്ലോണം ശ്രദ്ധിക്കണം. അള്ളാഹു എല്ലാവിധ ശിർക്ക് വിധത്തിൽ തൊട്ട് കാത്തുരക്ഷിക്കണേ റബ്ബേ, ആമീൻ. 62, 63 ആയത്തില് അള്ളാഹു കാപട്യം എന്താണ് അള്ളാഹു നമുക്ക് പറഞ്ഞത്. അത് അവരുടെ ഹൃദയത്തിൽ ഒരു വികാരം ഉണ്ടായിട്ട് നാവുകൊണ്ട് വേറെ എന്നെ വാക്ക് പറയാ. ഇത് അവര് അള്ളാഹുവിനെ പിടിച്ച് അങ്ങ് സത്യം ഇട്ടിട്ട് നബിനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കും. വലിയ അപകടമല്ലേ സഹോദരന്മാരെ. അള്ളാഹുവാണ് സത്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹു അല്ലാതെ മറ്റു സൃഷ്ടികൾ ഒന്നിന്റെ പേര് പിടിച്ച് സത്യം ഇടരുത് എന്നുള്ള സത്യ. പക്ഷെ നബിസ്വല്ലല്ലാഹു എത്രയോ സഹാബാക്കൾക്ക് പറഞ്ഞിട്ട് നിങ്ങൾ അള്ളാഹുവാണ് സത്യം, വല്ലാഹി ഇടക്കിടക്ക് നമ്മുടെ പ്രഭാഷണത്തിൽ നമ്മളിങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ല. സംസാരത്തിൽ എന്തുകൊണ്ടാ ഒരു സത്യവിശ്വാസിന് അർത്ഥം എന്താ? സത്യത്തിൽ വിശ്വസിക്കും, സത്യത്തിൽ മാത്രം ജീവിക്കുക. അപ്പൊ സത്യവിശ്വാസിന് നാവുന്ന എപ്പോഴും സദ്ദഖ, എല്ലാം സത്യം മാത്രമേ വരുള്ളൂ. സിദ്ദീഖാകണം, സത്യസന്ധരാകണം. അപ്പൊ ഇവിടെ നോക്ക്, കുറച്ചു പേര് അള്ളാഹുവിനെ പിടിച്ച് അള്ളാഹിനെ പിടിച്ച് സത്യം ഇട്ടിട്ട് നബിയെ തൃപ്തിപ്പെടുത്താൻ നോക്കാം. അപ്പൊ അള്ളാഹ് പറയുന്നതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ തൃപ്തിപ്പെടുത്തേണ്ട അള്ളാഹുവിനെയും അവന്റെ ദൂതനെയാണ്, സ്വന്തം നഫ്സിനെ ആകരുത്. എന്റെ അള്ളാഹ് കൃത്യമായിട്ട് പറഞ്ഞ ആരെങ്കിലും അള്ളാഹുവിന്റെ ദൂതനെ എതിർത്ത് കഴിഞ്ഞാൽ അവർക്ക് നരകാഗ്നി ഉണ്ടായിരിക്കുക. അത് വലിയ വമ്പിച്ച അപമാനമാണ് സഹോദരന്മാരെ, വലിയ വമ്പിച്ച ശിക്ഷയാണ്. നമ്മളൊന്നും മനസ്സിലാക്കില്ല. ചിന്തിക്ക്, നമ്മുടെ ഹൃദയത്തിന്റെ വികാരം ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വന്തം വികാരം, നമ്മുടെ ഹൃദയത്തിൽ ഒരു ഗഫലത്ത്, ഹൃദയത്തില് കാപട്യം. എന്റെ നാവിന്റെ പുറത്ത് ഞാൻ വലുതേല് പുറത്തിറങ്ങിയിട്ട് സമൂഹത്തിനുള്ള വലിയ മാന്യരായിട്ട് വലിയ ദീനിയാണ്, വലിയ പ്രവർത്തനം, നല്ലോണം വലിയ അപകട സഹോദരന്മാരെ. ഇന്നഹു അലീമും ബിദാത്തി സുദൂർ. റബ്ബിനെ ആരാധിക്കണം. എന്റെ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൻ്റെ ഉള്ള വികാരം അറിത് റബ്ബിനെ ആരാധിച്ചു തുടങ്ങണം സഹോദരന്മാരെ. ഇനി 64, 65 അള്ളാഹു പഠിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിലെ കപടവിശ്വാസികള് അവര് ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് അവരെ ഉള്ളിലെ മനസ്സിലുള്ള വികാരത്തെ പറ്റിയേറ്റവും അള്ളാഹു എന്തെങ്കിലും ആയത്തോ മറ്റും അവതരിപ്പിച്ചേക്കുവോ, അവര് ഭയപ്പെട്ടിട്ട് അള്ളാഹു ഇത് വെളിയിൽ കൊണ്ടുവരുമോ. ഇനി അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തന്നെ നബി പറയുകയാണെങ്കിൽ തന്നെ അവരെന്താ പറയുന്നത്? അയ്യോ, അത് നമ്മൾ വെറുതെ തമാശക്ക് പറയുന്നതേ ഉള്ളൂ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ. ഇതൊക്കെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നടക്കുന്ന ഓരോരോ വിചാരങ്ങളല്ല കാണിക്കുന്നത്. അതായത് കപടവിശ്വാസികൾ എന്ന് പറയുമ്പോൾ ദയവ് ചെയ്ത് നമ്മള് മുസ്ലിം നാമമല്ലാത്ത വേറെ മറ്റാൾക്കാരുടെ പേരൊന്നും ആലോചിക്കല്ലേ. വലിയ അപകട. കപടവിശ്വാസികൾ ഫസ്റ്റ് സഫിൽ വന്ന മുസ്ലിം അന്നത്തെ മുനാഫിക്കളായിരുന്നു മദീനത്തുൽ നബവിയില്. അപ്പൊ ഞാനും നിങ്ങളൊക്കെ ചിന്തിക്കേണ്ട വലിയൊരു വിഷയം, നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾക്കറിയാം നമ്മൾ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ പുറത്ത് വന്നിട്ട് നമ്മൾ അഭിനയിക്കും ഞാൻ ഭയങ്കര ദീനിയാണെന്ന്. മുസ്ലിം സമൂഹത്തിന്റെ ഉമ്മത്തിന്റെ ഇടയിൽ ജീവിക്കുമ്പോൾ അങ്ങനെ ഇതാക്കും. ഇനി ആരെങ്കിലും തന്നെ നമ്മുടെ കാപട്യ മറ്റേ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ തന്നെ അവര് പറയും അത് വെറുതെ ചെയ്യാം, തമാശക്കാണെന്നേ, നമ്മളീ തെറ്റുകൾ ചെയ്ത തമാശക്കാണ്. അങ്ങനെ ഉണ്ടല്ലോ ഒരു കളിയാക്കിയൊരു പരിഹാസി രൂപത്തില് അള്ളാഹു ചോദിക്കാണ്, നിങ്ങൾ ആരെയാണ് എതിർക്കുന്നത്? നിങ്ങൾ ദൃഷ്ടാന്തങ്ങൾ അവന്റെ ദൂതനെയാണോ നിങ്ങൾ പരിഹസിച്ചുകൊണ്ട്, അള്ളാഹുവിനും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളും അവന്റെ ദൂതനെയാണോ നിങ്ങൾ പരിഹസിച്ചു കൊണ്ടിരിക്കുന്നത്? അള്ളാഹുന്റെ വലിയ ചോദ്യം കേട്ടോ, വലിയ ചോദ്യ. ഇത് നമ്മൾ എപ്പോഴും ഭയപ്പാടോടെ നമ്മളിലേക്ക് തന്നെ ചുഴിഞ്ഞന്വേഷിക്കണം. പഠിച്ചോനെ, കാപ്പട്യം വരുന്നുണ്ടോ? ജനങ്ങളുടെ ഇടയിൽ വലിയ മാന്യനും വീട്ടിനുള്ളിൽ മഹാമോശം. പുറത്തിറങ്ങി മാന്യമായ സഹോദരിയോട് സംസാരിക്കുക, വീട്ടിൽ വന്നിട്ട് ഒറ്റയ്ക്കിരുന്ന് അശ്ലീലങ്ങൾ കാണുക, ഒരുപാട് ഘോരമായ ഇസ്ലാമിനെ പറ്റി സംസാരിക്കുന്ന, വീട്ടിൽ വന്ന് എല്ലാ ഹറാമായ സമ്പത്ത് നേടുക. ഒന്ന് നമ്മളെ പറ്റി തന്നെ ചിന്തിക്കുക സഹോദരന്മാരെ. 66 പറയാം, നിങ്ങൾ ഒഴിവ് കഴിവുകളൊന്നും പറയേണ്ട, വിശ്വാസത്തിന് ശേഷം നിങ്ങൾ അവിശ്വസിച്ച് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളിൽ ഒരു വിഭാഗത്തിന് നാം മാപ്പ് നൽകുകയാണെങ്കിൽ തന്നെ മറ്റൊരു വിഭാഗത്തിന് അവർ കുറ്റവാളിയായിരുന്നു നാം ശിക്ഷ നൽകുന്നതാണ്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഒരുപാട് പേര് നമ്മൾക്കറിയാം യുദ്ധത്തിനൊക്കെ പോകാതെ മടിഞ്ഞിരുന്ന ഒരുപാട് കാരണങ്ങളൊക്കെ പറഞ്ഞ് ഇന്നിപ്പോ അങ്ങനെ ഒരു യുദ്ധത്തിനൊന്നും പോകേണ്ട ആവശ്യമില്ല. വീട്ടിലെ തൊട്ടടുത്ത് ഒരു 5, 10, 15, 25 സ്റ്റെപ്പ് വെച്ച് തൊട്ടടുത്ത പള്ളി എത്തും.
അത് പള്ളിയിലും കൂടി പോകാൻ എന്തൊക്കെ ഒഴിവ് കഴിവുകൾ, എന്തൊക്കെ ന്യായീകരണ സഹോദരന്മാരെ പറയുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപാട് പേര് ജമാഅത്തിന് പോകാത്ത പുരുഷന്മാർ എല്ലാ ആഫിയത്തൊക്കെ ഉണ്ട്. എൻ്റെ പള്ളിയിൽ പോകാതിരിക്കാൻ 100 കൂട്ടം ന്യായീകരണങ്ങൾ ഉണ്ടാവും, ഒരുപാടുണ്ടാവും. എനിക്ക് ഇതാരെ നമ്മൾ വിട്ടിയാക്കുന്നത്? ന്യായീകരിച്ച് അത് പിശാചിന്റെ ദുസ്വഭാവമല്ലേ സഹോദരന്മാർ? അല്ലാതെ പറഞ്ഞ ചിലര് നിഷ്കളങ്കരായിട്ട് മാറുന്ന ആൾക്കാർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. ഇതുവരെ ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു കൊടുക്കും. പക്ഷെ എത്ര സന്ദേശം എത്തി, പലരും പറഞ്ഞിട്ട് പോലും അവനവന്റെ നഫ്സിന്റെ വികാരത്തെ മനസ്സിലാക്കിയിട്ട് പോലും അതിനെ ന്യായീകരിക്കുന്നവരെ അള്ളാഹു ഉറപ്പായിട്ട് ശിക്ഷിക്കുന്നവരാണ് സഹോദരന്മാരെ. കപട വിശ്വാസിയുടെ ലക്ഷണം അള്ളാഹു ഓരോന്നോരോന്നായിട്ട് പറഞ്ഞതിൽ നമുക്ക് ഇനി അടുത്ത 3 ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കപട വിശ്വാസികളുടെ പറ്റിയാണ് പറയുന്ന സഹോദരന്മാരെ. യഥാർത്ഥത്തിൽ കപട വിശ്വാസം നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടതാ. അത് തുടക്കത്തിൽ തന്നെ നിങ്ങൾ കാപ്പെട്ടിയത് അത് അപ്പോൾ തന്നെ അത് എടുത്തു മാറ്റി വലിച്ചെറിയണം സഹോദരന്മാര്. അല്ലെങ്കിൽ എന്തൊരു പ്രശ്നം, നമ്മൾ പോലും അറിയാതെ ഹൃദയം അങ്ങ് മൂടിപ്പോവും. ഹൃദയം സീൽ ചെയ്യപ്പെട്ട പിന്നെ എനിക്ക് എന്നത്തിന് തിരിച്ചറിയാതായി പോകും. വലിയ അപകട സഹോദരന്മാര്. അതാണ് സത്യനിഷേധം. മുനാഫികൾ അവസാനം സത്യനിഷേധത്തിൽ എത്തിപ്പെടും. അവർ ഇന്നേക്കും നരകത്തിലേക്ക് എത്തിപ്പോവും, നരകത്തിന്റെ അടിത്തട്ടിലേക്ക് എത്തിപ്പോവും. അല്ലാതെ കപട വിശ്വാസിനെ പറഞ്ഞത് കപട വിശ്വാസികളും എല്ലാം ഒരേ തരക്കാരാകുന്നു. അപ്പോ കപട വിശ്വാസികൾക്കും ഒരുമിച്ച് തന്നെ താമസിച്ച് കൂടെ. ഇപ്പൊ ഭാര്യ കപട വിശ്വാസിയെ, അല്ലെ ഭർത്താവ് കപട വിശ്വാസിയെ, അത് ഭർത്താവിന്റെ തെറ്റുകുറ്റങ്ങളൊക്കെ ന്യായീകരിച്ച് ഭാര്യ എന്താവും? അതേപോലെ ആവും. ഉറപ്പ്. അതല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടിയിട്ട് അള്ളാഹുവിനടുത്ത് കരഞ്ഞിട്ട് ഒറ്റക്ക് പിടിച്ചു നിൽക്കണം സത്യവിശ്വാസം. വലിയ അപകട സഹോദരന്മാരെ. അവരെ ഗുണം, അവരെ പറ്റി എന്താ പറഞ്ഞ ഗുണമല്ല, അവരെ ദുസ്വഭാവം എന്താ? അവർ ദുരാചാരം കൽപ്പിക്കുകയും സദാചാരത്തിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്നു. ആലോചിച്ചോക്കെ. അതായത് ചീത്ത കാര്യങ്ങൾ അവർ ഒരുമിച്ച് കൂടും, നല്ല കാര്യങ്ങൾ അവർ വെറുക്കുകയും ചെയ്യും. പലിശ തിന്നാൻ എല്ലാവർക്കും ഒരുമിച്ച്, ഭാര്യ ഭർത്താവ് ഒരുമിച്ച് അങ്ങ് തിന്നും. ജമാഅത്തിന് പോകാൻ ഭാര്യ ഭർത്താവിനെ അങ്ങ് കൽപ്പിക്കില്ല. ഇത് വലിയ അപകടം. ഇത് ഒരു ഉദാഹരണം പറഞ്ഞുള്ളൂ. നമ്മൾ എല്ലാവരും ചിന്തിച്ചു നോക്ക്. ഒരുപാട് ഉദാഹരണം നമ്മളെല്ലാവരും കണ്ടെത്താൻ പറ്റും. തങ്ങളുടെ കൈകൾ അവർ പിൻവലിക്കുകയും ചെയ്യുന്നു. അവർ അള്ളാഹുവെ മറന്നു, അപ്പോൾ അവൻ അവരെയും മറന്നു. വളരെ ലളിതമാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. ഫദ്കുർനി അദ്കുറുക്കും, അള്ളാഹുവിനെ ഓർക്കുവിൻ, അള്ളാഹു നിങ്ങളെ ഓർക്കും. ലൈൻ ശക്കർത്തും ലസീദന്നക്കും, നിങ്ങൾ അള്ളാഹുവിന് നന്ദി കാണിച്ചോ, അള്ളാഹു നിങ്ങൾ കൂട്ടിയിട്ട് തരും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന സഹോദരന്മാര്, അള്ളാഹു കൃത്യമായിട്ട് പറയാ, നസുല്ലാഹ ഫനസിയഹും, നിങ്ങൾ അള്ളാഹുവിനെ മറന്നോ, അള്ളാഹുങ്ങളെ മറന്നു. അള്ളാഹ് മറന്നു വെച്ചാൽ നമുക്ക് ഭക്ഷണം വായുന്ന കിട്ടാതല്ല, അതെല്ലാവർക്കും കൊടുക്കണ്ട്. അള്ളാഹുവിന്റെ ബർക്കത്ത് നഷ്ടപ്പെട്ടു, അള്ളാഹുവിന്റെ തൗഫീഖ് എടുത്തു മാറ്റി, അള്ളാഹുവിന്റെ ഹിദായത്ത് അങ്ങ് മറന്ന് ഹിദായത്ത് എടുത്തു മാറ്റി. മുനാഫിഖീന ഹുമുൽ ഫാസിഖൂൻ, കപട വിശ്വാസികൾ തന്നെയാണ് ധിക്കാരികൾ. അള്ളാഹു പറയാണ്, കപട വിശ്വാസികൾക്കും കപട വിശ്വാസിനികൾക്കും സത്യനിഷേധികൾക്കും അള്ളാഹു നരകാഗ്നി വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഒന്ന് ചിന്തിച്ചോക്ക്. മുനാഫിക്കും കുഫറിലകപ്പെട്ട ഒരേ വിഭാഗത്തിൽപ്പെട്ടിട്ടല്ല പറയുന്നത്. നമ്മൾ നല്ലോണം ചിന്തിക്കേണ്ട വലിയ വിഷയം. നമുക്ക് ഒരുപാട് ഭയപ്പെടേണ്ട സഹോദരന്മാരെ. നമ്മൾ ജനങ്ങളുടെ ഇടയിൽ കാട്ടിക്കൂട്ടലും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരുപാട് വിധത്തിനെ സഹകരിക്കലും ഇതൊക്കെ വലിയ അപകടമാണ്. അള്ളാഹു ശിക്ഷിക്കും. അതുകൊണ്ടാണ് ഇന്ന് ഒരുപാട് പേരുടെ ജീവിതത്തിൽ ബർക്കത്ത് എടുത്തു മാറ്റുന്ന, ഒരു സമാധാനവും സന്തോഷവും സംതൃപ്തിയും കിട്ടാത്തത് കൊണ്ടാണ് സഹോദരന്മാരെ. അവരതിൽ നിത്യവാസികളായിരിക്കും. അവർക്കത് മതി. എന്തുകൊണ്ട്? ഭൂമിയിൽ അങ്ങനെയായിരുന്നു സഹോദരന്മാരെ. അവനവനോ നിഫാക്കിൽപ്പെട്ട് മറ്റെല്ലാവരെയും കുത്തി നോവിച്ച് ദ്രോഹിക്കും. അള്ളാഹു ശപിക്കുകയും ചെയ്തിരിക്കുന്നു. അവർക്ക് സ്ഥിരമായ ശിക്ഷ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് ദുനിയാവിൽ തന്നെ അള്ളാഹുവിന്റെ ശാപമേറ്റ് നരകീയമായ അന്ത്യത്തിന് ശേഷം എന്നേക്കുള്ള നരകമാവും. നേരെ മറിച്ച് നല്ല വിശ്വാസികൾക്കും എന്തായിരിക്കും സഹോദരന്മാർ? എന്തായിരിക്കും? അവർ ഇവിടുന്ന് തന്നെ തൗബ ചെയ്ത് അവരുടെ നിലപാട് നന്നാക്കി അവർക്ക് നല്ലൊരു ഹയാത്തും ത്വയ്യിബ, ഹുസ്നുൽ ഖാത്തിം എന്നേക്കുള്ള സ്വർഗം, അജ്റും ഗൈറു മംനൂൻ, മുറിഞ്ഞു പോകാത്ത പ്രതിഫലം, അതാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. അള്ളാഹു പറയാണ്, നിങ്ങളുടെ മുമ്പുണ്ടായിരുന്നവരെ പോലെ നിങ്ങളെക്കാൾ കനത്ത ശക്തിയുള്ളവരും കൂടുതൽ സ്വത്തുകളും സന്തതികളും ഉള്ളവരായിരുന്നു അവർ. നോക്കണേ, ഇത് ചിന്തിക്കുന്ന വലിയ വിഷയ സഹോദരന്മാരെ. നമ്മൾ ചിലപ്പോൾ നല്ല സത്യവിശ്വാസികൾക്ക് വലിയ സ്വത്തോ സമ്പത്തോ അല്ല മക്കൾ ഒരുപാടൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് കപട വിശ്വാസികൾക്ക് അള്ളാഹു ഒരുപാട് സമ്പത്തും സ്വത്തും എല്ലാം സന്താനങ്ങളൊക്കെ കൊടുത്ത് പേരും പ്രശസ്തിയും വലിയ കളക്ടറും ഡോക്ടറും എഞ്ചിനൊക്കെ കൊടുക്കും. അങ്ങനെ തങ്ങളുടെ ഓരി കൊണ്ട് അവർ സുഖം അനുഭവിച്ചു.
എന്നാൽ നിങ്ങളുടെ ആ മുൻഗാമികൾ അവരുടെ ഓഹരി കൊണ്ട് സുഖമനുഭവിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ ഓഹരി കൊണ്ട് നിങ്ങളും സുഖമനുഭവിച്ചു. അവർ അധർമ്മത്തിൽ മുഴുകിയതുപോലെ നിങ്ങളും മുഴുകി. അത്തരക്കാരുടെ കർമ്മങ്ങൾ ഇഹത്തിലും പരത്തിലും നിഷ്ഫലമായിരിക്കുന്നു. അവർ തന്നെയാണ് നഷ്ടം പറ്റിയവർ. അപ്പൊ അതാണ് നമുക്ക് എക്സാമ്പിൾസ് കാണിച്ചിട്ടുണ്ട്. നിങ്ങളെ മുൻഗാമികൾ നോക്കുക. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങളുടെ മാതാപിതാക്കൾ, നിസ്കരിക്കാത്ത മാതാപിതാക്കൾ, പലിശ തിന്നുന്ന മാതാപിതാക്കൾ, ഹിജാബ് ധരിക്കാത്ത മാതാപിതാക്കൾ, തെറ്റിൽ കൂട്ടു നിൽക്കുന്ന മാതാപിതാക്കൾ, അവർക്ക് അല്ലാഹു സമ്പത്ത് കൊടുത്തു, ഒരുപാട് കൊടുത്തെന്ന് പറഞ്ഞ്, കുറച്ചല്ല ഒരുപാട് കൊടുത്ത്. മക്കളുണ്ട്, കുറേ മക്കൾ വീമ്പളക്കാനുണ്ട്. എന്നിട്ട് അതിലവര് സുഖിച്ച് ലയിച്ച് ജീവിച്ചു. എന്ത്? അവനവനെ മറന്നു, അള്ളാഹുവിനെ മറന്നു. ഇപ്പോഴും നിസ്കരിക്കില്ല എന്ന് നോക്കി, നിസ്കാരമില്ല. അവര് ഈ ഗഫലത്തിലും ധിക്കാരത്തിലും നിഫാക്കിലും മുഴുകി ജീവിച്ചു. അതുകൊണ്ട് അത്തരക്കാരുടെ കർമ്മങ്ങൾ ഇഹത്തിലും പരത്തിലും നിഷ്ഫലമായി. ഇവിടെയും കിട്ടുന്നില്ല അതിന്റെ സുഖം. അങ്ങനെയല്ലോ, സമ്പത്ത് കൊണ്ട് കുറെ ബാങ്കിലുണ്ടെന്നില്ല അതിന്റെ സുഖമില്ലല്ലോ സഹോദരന്മാരെ. അത് ഉപയോഗിക്കാൻ പറ്റാത്ത എത്രയോ പേര് അനന്തരാവകാശികൾക്ക് പോലും കിട്ടാതെ ഒരുപാട് പേര് നഷ്ടപ്പെട്ടുകൊണ്ട് ഒരുപാട് സമ്പത്ത്. ചിന്തിക്കണ വലിയ അപകട. നാളെ പരലോകത്ത് വരെ എന്നേക്കുള്ള ശിക്ഷയും കിട്ടും. ഇത് വലിയ അപകടമാണ് സഹോദരന്മാർ. നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കുക. അവർ തന്നെയാണ് നഷ്ടം പറ്റിയവർ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുമ്പ് കഴിഞ്ഞു പോയ ജനതയെ പറ്റി ഇങ്ങനെ പറഞ്ഞു തരാ. ഇത് എന്തിനു വേണ്ടിയ സഹോദരന്മാരെ? പഴയ ഹിസ്റ്ററി പഠിപ്പിച്ചിരുന്നത്. നമ്മൾ ലേൺ ലെസൺസ് ഫ്രം ദ ഹിസ്റ്ററി ഓർ ദ ഹിസ്റ്ററി ഗെറ്റ്സ് റിപ്പീറ്റഡ് ഇറ്റ് സെൽഫ്. ചരിത്രത്തിൽ നിന്ന് പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ ഞാനും അതേ വൃത്തികെട്ടൊരു ചരിത്രത്തിന്റെ ഭാഗമാക്കുമെന്നാണ് അള്ളാഹ് പഠിപ്പിക്കുന്നത്. ഇവർക്ക് മുമ്പുള്ളവരുടെ വൃത്താന്തം ഇവർക്ക് വന്നെത്തിയില്ലേ? അതായത് നോഹിന്റെ ജനതയെയും ആദ് സമൂദ് ജനവിഭാഗങ്ങളുടെയും ഇബ്രാഹിമിന്റെ ജനതയെയും മദിയൻകാരുടെയും കീഴ്മേൽ മറിഞ്ഞ രാജ്യങ്ങളുടെയും വൃത്താന്തം അവരിലേക്ക് ദൂതന്മാർ വ്യക്തമായ തെളിവുകൾ കൊണ്ട് അവരുടെ അടുത്ത് ചെല്ലുകയുണ്ടായി. അപ്പോൾ അള്ളാഹു അവരോട് അക്രമം കാണിക്കുകയുണ്ടായില്ല, പക്ഷേ അവരോട് തന്നെ അക്രമം കാണിക്കുമായിരുന്നു. അപ്പം ഇന്നിന്ന പ്രവാചകന്മാർ, നമ്മൾക്കറിയാം, വലിയ വലിയ പാറകളൊക്കെ തുരുത്തി വലിയ വലിയ കെട്ടിടമുണ്ടാക്കി. ഇന്ന് നമ്മൾ തന്നെ ഉരുൾപൊട്ടലൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? വലിയ മലകൾ എന്തിനാ സഹോദരന്മാർ? അതൊക്കെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി അതിനെ കുത്തിപ്പൊളിച്ച് വലിയ വലിയ റിസോർട്ടുകൾ ഉണ്ടാക്കി തുടങ്ങി. അന്ന് സ്വർഗരതിന്റെ ഇന്നും അതിന്റെ വേറെ പല പല രൂപത്തിൽ മൊബൈലിലൂടെ ഒരുപാട് അശ്ലീലങ്ങളിലേക്ക് എത്തി. അന്നും അളവ് തൂക്കത്തിൽ കൃത്രിമം കാണിക്കാൻ ഇന്ന് ഒരുപാട് മായം ചേർത്തിട്ട് പലതും വിറ്റ് തുടങ്ങി. അപ്പം അന്നും ഇന്നും എന്നും തന്നെ ഈ തെറ്റുകുറ്റങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. അതിന് രൂപഭാവങ്ങൾ വ്യത്യാസമുള്ളൂ സഹോദരന്മാര്. അപ്പൊ അന്നും ഇന്നും നമ്മുടെ വിശ്വാസി നിലക്ക് നമ്മുടെ ദൗത്യം ഇത് തന്നെയാണ്. ഈ തിന്മയെ എതിർക്കണം, ധൂർത്തിനെ, അഹങ്കാരത്തിനെ, പൊങ്കച്ചിനെ, വഞ്ചനയെ, അക്രമത്തെ, അനീതിയെ, ഇതിനൊക്കെ നമ്മൾ എതിർത്തുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ നമ്മളും അതിന്റെ ഭാഗവാക്കളാവും. വലിയ അപകട സഹോദരൻ. നല്ലോണം എപ്പോഴെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇതൊക്കെ അള്ളാഹു കാണിച്ചെന്തറിയോ? നിങ്ങൾക്ക് അള്ളാഹു സന്ദേശം എത്തുന്നുണ്ട്. അതാ പറഞ്ഞ ഈ പ്രവാചകന്മാരെ സന്ദേശം എത്തിച്ചു കൊടുത്ത പോലെ എനിക്കും നിങ്ങൾക്കും നമ്മുടെ ചെവിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് തവണ സന്ദേശം എത്തുന്നുണ്ട്. നിസ്കരിക്ക്, ഹറാം നിന്ന് വിട്ടു നിൽക്കുക, പലിശയിൽ നിന്ന് വിട്ടു നിൽക്കുക. എന്റെ പ്രഭാഷണം ആരെങ്കിലും ഒരിക്കൽ രണ്ട് കേട്ട് അവർക്ക് കൃത്യമായിട്ട് എത്തിയിട്ടുണ്ടാവും. പക്ഷെ പിന്നെ സംഭവിച്ചു, അത് മറന്നു കഴിഞ്ഞു. നമ്മൾ സംസാരിക്കുന്ന ആളെ കുറ്റപ്പെടുത്തി തുടങ്ങി. അങ്ങനെ അവര് കാപ്പട്ടത്തിൽ തന്നെ ജീവിച്ച് മരിക്കുകയും ചെയ്ത സഹോദരന്മാര്. വലിയ അപകടം. നമ്മളോട് തന്നെ ചോദിക്കാം. ഇനി 71, 72 അള്ളാഹു എപ്പോഴും നോക്കിയിരുന്ന സഹോദരന്മാര് നരകത്തെ പറ്റി, നരക ശിക്ഷയെ പറ്റി, നരകത്തിൽ എങ്ങനെ എത്തിപ്പെടുന്നതിനെ പറ്റി ഉടനെ തന്നെ അള്ളാഹു സന്തോഷമായ സ്വർഗത്തിനെ പറ്റി, സ്വർഗത്തിൽ എത്താനുള്ള നിമിത്തം എങ്ങനെ അള്ളാഹു എല്ലാം പറഞ്ഞിട്ടുണ്ട്. പാവറപ്പ് ഏറ്റവും ആദ്യം അള്ളാഹു തിന്മയില്ലാതെ കാത്തു സൂക്ഷിക്കുക പറഞ്ഞിട്ട് നന്മയെ പറ്റി പറഞ്ഞു. ലാ ഇലാഹ, ശിർക്കിന്റെ ഒരു അംശം ഉണ്ടാവരുത്, ഇല്ലല്ലാഹ്. എപ്പോഴും അങ്ങനെയാ. അപ്പൊ തെറ്റുകുറ്റങ്ങളിൽ നിന്ന്, കിബറിൽ നിന്ന്, നിഫാക്കിൽ നിന്ന്, കുഫറിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം ആദ്യം. എന്നിട്ട് അള്ളാഹ് പറഞ്ഞ് സത്യവിശ്വാസികളും അന്യോന്യം മിത്രങ്ങളാകുന്നു. ഇവിടെ മിത്രങ്ങൾ എന്ന് പറയുമ്പോൾ സഹോദരന്മാർ, വിശ്വാസം ഉൾക്കൊണ്ടവർ. അവിടെ മിത്രം എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല സംരംഭങ്ങൾക്ക്, ദഅവത്തിൽ, സാമൂഹ്യ സേവനത്തിലൊക്കെ തീർച്ചയായിട്ടും സ്ത്രീ പുരുഷന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാം. നമ്മൾക്കറിയാം, യുദ്ധത്തിന് പോകുമ്പോൾ പോലും ഒരുപാട് സഹാബി വനിതകൾ അവിടെ പോയിട്ട് ശുശ്രൂഷിച്ചിട്ടുണ്ട്, രോഗികളെ നോക്കിയിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. തീർച്ചയായിട്ടും വിജ്ഞാനം പകർന്നു നൽകാൻ, കൂടാൻ ക്ലാസ്, ഇതിനൊക്കെ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കാം. പക്ഷെ അവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു അതിരുവരമ്പുകളുണ്ട്. പിശാച് കയറി ഇടപെടുന്ന എപ്പോഴും ശ്രദ്ധിക്കണം. എന്നിട്ട് അള്ളാഹ് പറഞ്ഞതാ, അവർ സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും. ഏറ്റവും മതിയതാ, അവര് ആദ്യം നമ്മൾ സദാചാരം ചെയ്തിട്ട് നമ്മൾ അത് മറ്റോട് ചെയ്യാൻ പറയും. തെറ്റുകുറ്റിൽ നിന്ന് ഞാൻ വിട്ടുനിന്ന്, ദൂരത്തിൽ നിന്ന്, പലിശയിൽ നിന്ന്, അശ്ലീലത്തിൽ നിന്ന്, കാപ്പട്യത്തിൽ നിന്ന്, പരദൂഷത്തിൽ നിന്ന്, കുത്തുവാക്ക് കളിയാക്കിൽ നിന്നൊക്കെ ഞാൻ വിട്ടുനിന്ന് മറ്റോട് പറയും വിട്ടു നിൽക്കാൻ. അവിടെ നിർത്തിയില്ലട്ടോ. എന്നിട്ടത് പറഞ്ഞ് നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും.
അപ്പൊ ഏറ്റവും ആദ്യം ഞാനും നിങ്ങൾ ജീവിത വിശുദ്ധി കാത്ത് സൂക്ഷിച്ച് തിന്മയിൽ നിന്ന് വിട്ടു നിന്നിട്ട് വേണം നമസ്കരിക്കാൻ സഹോദരന്മാരെ. നമ്മളെ കുഴപ്പം എന്താ, പള്ളിയിൽ പോയിട്ട് ഫസ്റ്റ് സഫ് പോയിട്ട് നിസ്കരിക്കേണ്ടി പോയിട്ട് വീട്ടിൽ പോയിട്ട് കലമ്പും, കുടുംബ ബന്ധം കലഹം ഉണ്ടാക്കും. ഒന്നും നമ്മൾ മാറണം സഹോദരൻ. നമസ്കാരം മുറ പോലെ നിർവഹിക്കും, സക്കാത്ത് നൽകിയും. അവിടെ അള്ളാഹു സക്കാത്തിനെ പറ്റി പറഞ്ഞു, അള്ളാഹു അവന്റെ ദൂതനെയും അനുസരിക്കുകയും ചെയ്യുന്ന അത്തരക്കാരോട് അള്ളാഹു കരുണ കാണിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ ശിക്ഷയെ പറ്റി പറഞ്ഞു, ഇനി അള്ളാഹുവിന്റെ കാരുണ്യത്തെ പറ്റി പറഞ്ഞു. വളരെ എളുപ്പ സഹോദരന്മാരെ. സത്യസന്ധമായി ആരും വേദനിപ്പിക്കാതെ ബുദ്ധിമുട്ടിക്കാതെ ലളിതമായിട്ട് നിസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിച്ച് ജീവിച്ചാൽ അള്ളാഹു കരുണ കാണിക്കുന്നുണ്ട്. തീർച്ചയായും അള്ളാഹു പ്രതാപിയും യുക്തിമാനുമാണ്. അള്ളാഹു അസീസുൻ ഹക്കീം എന്ന് പറഞ്ഞ്, ഇവിടെ നേരത്തെ അലീമുൻ ഹക്കീം ഒക്കെ പലയിടത്തും പറയും, ഇവിടെയാണ് അസീസാണ്, അസീസും ഹക്കീമാണ്. അള്ളാഹ് പറയാണ്, സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും താഴ്ഭാഗത്തോടുകൂടി നദികൾ ഒഴുകുന്ന സ്വർഗ പൂന്തോപ്പുകൾ അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവർ അതിൽ നിത്യവാസികളായിരിക്കും. സ്ഥിരവാസത്തിനുള്ള തോട്ടങ്ങളിൽ വിശിഷ്ടമായ പാർപ്പിടങ്ങളും വാഗ്ദാനം ചെയ്തിരിക്കുന്നതിനാൽ അള്ളാഹുവിൽ നിന്നുള്ള പ്രീതിയാണ് ഏറ്റവും വലുത്. അതത്ര മഹത്തായ വിജയം. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. വലിയ ആഗ്രഹ സഹോദരന്മാരെ, കുതിച്ചു പോകും അള്ളാഹുവിന്റെ സ്വർഗം. അള്ളാഹ് പറയണ, ഇങ്ങനെ വിശ്വാസിനി അള്ളാഹിനെ ഭയപ്പെട്ടുകൊണ്ട് റസൂലിന്റെ സുന്നത്ത് പിൻപറ്റിക്കൊണ്ട് നമസ്കരിച്ച് സക്കാത്ത് കൊടുത്ത് പരസ്പരം നന്മ കൽപ്പിക്കും, തിന്മ നിന്ന് വിരോധിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് വലിയ സ്വർഗം. നല്ല രസമായിരിക്കില്ല സഹോദരന്മാര്. ഞാനും എൻ്റെ മക്കൾ, കുടുംബാംഗങ്ങൾ, മാതാപിതാക്കൾ, നമ്മൾ നല്ലൊരു സ്വർഗീയമായൊരു കൊട്ടാരത്തിൽ നമുക്ക് ഇഷ്ടമുള്ളത് എന്ത് നമ്മൾക്ക് കിട്ടും. നമ്മൾക്ക് എന്ത് ആഗ്രഹിക്കുന്നു അപ്പോൾ അവിടെ മുന്നിലെത്തും. പോരാ, ഈ സ്വർഗം ഒന്നുമല്ല, എന്താ, അള്ളാഹുവിന്റെ തൃപ്തിയാണ് അതിനെ കാട്ടി വലുത്. തീർച്ചയായിട്ടും സഹോദരന്മാരെ സ്വർഗത്തിലെത്തണം. പക്ഷെ സ്വർഗത്തിനെ കാട്ടി വലിയ ദർജ എന്താണ്? അള്ളാഹു തൃപ്തിപ്പെട്ടാൽ മതി. ഒന്ന് ചിന്തിച്ചോക്ക്, സഹാബാക്കൾക്ക് അതാണ് അള്ളാഹ് പറഞ്ഞു കൊടുത്ത വലിയ ഡിഗ്രി, വലിയ സ്റ്റാറ്റസ്. നമ്മൾ MBBS MD IAS മറ്റേ ബിടെക് ആണല്ലോ നമ്മുടെ വലിയ സ്റ്റാറ്റസ്. അല്ലെങ്കിൽ കോടീശ്വരൻ ലക്ഷപ്രഭുവല്ലേ നമ്മുടെ വലിയ സ്റ്റാറ്റസ്. അധികാരമുള്ളവരല്ലേ വലിയ സ്റ്റാറ്റസ് നമ്മുടെ കണ്ണിൽ. അവര് അള്ളാഹു തൃപ്തിപ്പെട്ടു, അള്ളാഹു അവര് തൃപ്തിപ്പെട്ടു. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഒന്നാലോചിക്കൂ സഹോദരന്മാരെ, അങ്ങനെ നമ്മൾക്കൊരു ജീവിതം ജീവിക്കുകയാണെങ്കിൽ അള്ളാഹു കൂടെയുണ്ട്, മഅയ്യത്ത് ലഭിക്കും. അള്ളാഹു നല്ലൊരു ഹയാത്ത് ത്വയ്യിബ നൽകും. അള്ളാഹു നമുക്ക് നല്ല ഹുസ്നുൽ ഖാത്തിം നൽകും. റളീതു ബില്ലാഹി റബ്ബൻ, നമ്മൾ വബിസ്ലാം ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി എന്ന ദിവസം പറയേണ്ടത് നമ്മൾ അവസാനം മരിക്കുമ്പോൾ അള്ളാഹു നമ്മളെ തൃപ്തിപ്പെടും. അങ്ങനെ അള്ളാഹു സ്വർഗത്തിൽ എത്തിച്ചേരും. മതിയോ? ഇല്ല. എൻ്റെ റബ്ബിനെ നേരിട്ട് കണ്ണുകൊണ്ട് കാണും സഹോദരന്മാരെ. അള്ളാഹുവായി സത്യവിശ്വാസികൾ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ റബ്ബെ. എല്ലാവിധ കിബറ് തൊട്ട് നിഫാഖിൽ തൊട്ട് എല്ലാവിധ ശിർക്കിൽ തൊട്ട് വിദഅത്തിൽ തൊട്ട് നമ്മളെല്ലാവരും നീ പൊന്നുപോലെ കാത്ത് സംരക്ഷിച്ച് ഇഖ്ലാസോടെ വിനയാന്വിതരായിട്ട് ഇസ്തിഖാമത്തോടെ എല്ലാ സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹു നീ തൃപ്തിപ്പെടുന്ന ഒരു ജീവിതം ജീവിക്കാനും നീ തൃപ്തിപ്പെടുന്ന വിധത്തിൽ തന്നെ മരിക്കാനും നമ്മൾ ഓരോരുത്തർക്കും വലിയ തൗഫീക്ക് നൽകി. നീ തൃപ്തിപ്പെട്ട ഈ വിഭാഗത്തെ കൂടെ പ്രവാചകൻ സഹാബാക്കളുടെ കൂടെ തന്നെ നമ്മളെ കുടുംബാംഗങ്ങളൊക്കെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ റബ്ബേ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.